2024 സുപ്രധാനമായിട്ടുള്ളൊരു ചർച്ച നടക്കുന്ന ദിവസം. നാസ ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖമായ ബഹിരാകാശ ഏജൻസികളുടെ പ്രതിനിധികൾ അവർക്ക് സജ്ജമായിരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് ഗഹനമായ ചില നിഗമനങ്ങൾ കേൾക്കുകയാണ്. കഴിഞ്ഞ 26 വർഷമായി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ അവസാന നാളുകളെക്കുറിച്ചുള്ള ചർച്ചയാണ് അവിടെ സജീവമായി നടക്കുന്നത്. ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ വലിയൊരു കമ്പ്യൂട്ടർ സ്ക്രീനിന് മുന്നിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ വിശദമായി എല്ലാവർക്കും വിവരിച്ചു കൊടുക്കുന്നുണ്ട്. മുന്നിലുള്ളത് പല പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെ ഓരോന്നായി അഭിമുഖീകരിക്കുന്നതിനിടയ്ക്ക് ചിലർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വർഷം 1998. നാസയുടെ കീഴിലുള്ള ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നും ഒരു മിഷൻ കുതിച്ചുയരുകയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മിഷനുമായിട്ടാണ് ആ ഒരു പേടകം ഭൂമിയുടെ അന്തരീക്ഷവും ഭേദിച്ചുകൊണ്ട് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലേക്ക് സഞ്ചരിക്കുന്നത്. 7ഓളം മനുഷ്യരെയും വലിയ പേടകങ്ങളെയും ഒരേ സമയം വഹിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് പോകാൻ സാധിക്കുന്ന ഒരു പേടകം. ദൗത്യം പൂർത്തിയായി കഴിഞ്ഞാൽ വിജയകരമായി ഒരു വിമാനം പറന്നിറങ്ങുന്നത് പോലെ റൺവേയിലേക്ക് തിരികെ വരാൻ കഴിയുന്ന ഒരു പേടകം. അതാണ് സ്പേസ് ഷട്ടിലുകൾ. അന്നത്തെ മിഷനിൽ സ്പേസ് ഷട്ടിലിൻ്റെ പിൻഭാഗത്തുള്ള മൂടി തുറന്നാൽ അതിൻ്റെ യന്ത്ര കൈകൾ കൊണ്ട് പുറത്തെടുക്കാൻ കഴിയുന്ന രീതിയിൽ അത്യാവശ്യം വലിയ ഒരു ക്യാബിനുണ്ടായിരുന്നു. ബഹിരാകാശത്തെത്തിയതിനു ശേഷവും അത് തന്നെയാണ് നടന്നത്. ആ ക്യാബിൻ പുറത്തു വന്ന ഉടനെ തൻ്റെ സോളാർ പാനലുകൾ വിരിഞ്ഞു വന്നു. ലോകത്തിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പത്തിൽ കഴിഞ്ഞ 26 വർഷങ്ങളായി അക്ഷീണം ഭൂമിയെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ISSൻ്റെ ഭാഗമാണ് അപ്പോൾ ബഹിരാകാശത്തെത്തിച്ചത്. പിന്നീട് റഷ്യ ഉൾപ്പെടെയുള്ള അനവധി രാജ്യങ്ങളുടെ നിരവധി പേടകങ്ങളും ഭാഗങ്ങളും സസൂക്ഷ്മം കൃത്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ഓരോ ഡോക്കിംഗ് പോർട്ടിലേക്കും എത്തിച്ചേരുകയും അതിൻ്റെ വലിപ്പം കൂടിക്കൂടി വരികയും ചെയ്തു. ലഭ്യമായ കണക്കനുസരിച്ച് ഏകദേശം 20 രാജ്യങ്ങളിൽ നിന്നായി 279ലധികം ആളുകൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേരുകയും താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പലപ്പോഴായി നടക്കുന്ന മിഷനുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഈ ഒരു സംഖ്യയ്ക്ക് വ്യത്യാസം വരാമെങ്കിലും ഇത്രയും നാളുകൾക്കിടയിൽ ഒരു തവണ പോലും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മനുഷ്യൻ താമസിക്കാതെ ഇരുന്നിട്ടില്ല. അതായത് ഇങ്ങ് ഭൂമിയിലല്ലാതെ മനുഷ്യന് സാന്നിധ്യമുള്ളൊരു പ്രദേശമായി കഴിഞ്ഞ 26 വർഷമായി ISS എന്ന് പറയുന്ന നിലയം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ദിവസം 16 തവണയെന്നോളം ഭൂമിയെ വലം വയ്ക്കുകയും ഭൂമിയിൽ നിന്ന് 400 കിലോമീറ്റർ ഉയരത്തിൽ സജീവ സാന്നിധ്യമായി കറങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പലപ്പോഴും മനുഷ്യനെയും കൊണ്ട് പല മൊഡ്യൂളുകളും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തി ഡോക്ക് ചെയ്യുകയും മിഷൻ കാലാവധി കഴിയുമ്പോൾ ആ ഡോക്ക് ചെയ്ത പേടകവുമായി വളരെ വേഗത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ തീപിടിച്ച് തിരികെ വരികയും ചെയ്യാറുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും പലപ്പോഴും ഒരാളോ ഒന്നിലധികം ആളുകളോ പുറത്തേക്ക് ഇറങ്ങുകയും സ്പേസ് വാക്ക് നടത്തുകയും ചെയ്യാറുണ്ട്. അവർ വെറുതെ പുറത്തേക്ക് ഇറങ്ങുന്നതല്ല. പലപ്പോഴും ISSൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ ചില പരീക്ഷണങ്ങൾക്കോ ആയിരിക്കാം അവരങ്ങനെ ഇറങ്ങാറുള്ളത്. പ്രത്യേകം സജ്ജീകരിച്ച ത്രസ്റ്ററുകളുള്ള ബാക്ക് പാക്കുകളുടെ സഹായത്തോടു കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും മീറ്ററുകളോളം അകലെ സ്വതന്ത്രമായി പറന്നു നടന്ന് സ്പേസ് വാക്ക് നടത്തിയ ആളുകളുമുണ്ട്. പഴക്കം ഇപ്പോൾ 1/4 നൂറ്റാണ്ടോളം കഴിഞ്ഞു. 98കളിലെ സാങ്കേതികവിദ്യ അല്ല ഇപ്പോഴുള്ളത്. ഏറെക്കുറെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെക്കാൾ പരീക്ഷണങ്ങളും അതിനേക്കാളേറെ ഗവേഷണങ്ങളും നടന്നു കഴിഞ്ഞ ഒരിടമാണ് ISS. പ്രധാനപ്പെട്ട ഒട്ടനവധി ഭാഗങ്ങളുടെ കാലപ്പഴക്കം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാറുമുണ്ട്. പലപ്പോഴും അപ്ഗ്രേഡുകളും അപ്ഡേറ്റുകളും പോലും മതിയാവാതെ വരികയും 2030 ശേഷം കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ശാസ്ത്രലോകം ഇതിന് പിൻവാങ്ങാനുള്ള സമയം കുറിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കാര്യക്ഷമതയുള്ളൊരു തീരുമാനമെടുക്കുക എന്നുള്ളതായിരുന്നു നാസയുടെ നേതൃത്വത്തിൽ നടന്ന ലോകത്തെ പ്രധാനപ്പെട്ട ബഹിരാകാശ ഏജൻസികളുടെ പ്രതിനിധികൾ ചേർന്ന യോഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ എങ്ങനെ ഡീകമ്മീഷൻ ചെയ്യണം,
ആ ദൗത്യം ആരെ ഏൽപ്പിക്കണം, എത്ര തുക ചിലവ് വരും, ഇത്രയും നാൾ സജീവ സാന്നിധ്യമായിരുന്ന ഈ ഒരു ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് പകരമെന്ത് തുടങ്ങിയ അസാധാരണമായ ചോദ്യങ്ങൾക്കിടയിലാണ് ബഹിരാകാശ പേടകത്തിൻ്റെ കാലാവധി അവസാനിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. 2 രീതിയിലാണ് പൊതുവെ ഒരു പേടകത്തിൻ്റെ കാലാവധി അവസാനിപ്പിക്കുക. അതിലേറ്റവും സാധാരണമായ ഒന്ന്, പ്രത്യേകം സജ്ജീകരിച്ച ത്രസ്റ്ററുകളുടെ സഹായത്തോടു കൂടി അവയെ നിയന്ത്രിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് അതിശക്തമായ വേഗത്തിൽ അന്തരീക്ഷത്തിലൂടെ കത്തിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെയും ഭാഗങ്ങൾ ബാക്കി വരാം. അവയെ നിയന്ത്രിച്ച് മനുഷ്യനില്ലാത്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക, പ്രത്യേകിച്ച് പസഫിക് സമുദ്രത്തിൽ മനുഷ്യ താമസമില്ലാത്ത ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമായിട്ടുള്ള പോയിൻ്റ് നിമോയിലെ കടലിലേക്ക് എത്തിക്കുകയും അതിനെ കടലിൻ്റെ അടിയിലേക്ക് നിയന്ത്രിച്ചെത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് പലപ്പോഴും വലിയ പേടകങ്ങൾ അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. മറ്റൊന്ന്, ബാക്കിയുള്ള എല്ലാ ഇന്ധനങ്ങളുടെയും സഹായത്തോടു കൂടി കുറേ കാലം കൂടി ചുറ്റാൻ കഴിയുന്ന രീതിയിൽ നല്ല ഉയരത്തിലുള്ള ഒരു ഓർബിറ്റിലേക്ക് ഭൂമിക്ക് പുറത്തേക്ക് ISSനെ എത്തിക്കുക എന്നുള്ളതാണ്. കാലാവധി കഴിഞ്ഞ ഈ ഒരു പേടകത്തിൻ്റെ ഭാഗങ്ങളെ ഘട്ടം ഘട്ടമായി ഇളക്കിയെടുത്ത് ഡീകമ്മീഷൻ ചെയ്യാൻ ഇത് ആവശ്യത്തിന് സമയം അനുവദിക്കും. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ ഒരുപക്ഷെ പൊതുജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യതയുമുള്ള ഒന്നാണ് ISSനെ അങ്ങനെ തന്നെ ഒരു മ്യൂസിയമായി ബഹിരാകാശത്ത് നിലനിർത്തുക എന്നുള്ളത്. ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവന്നൊരു മ്യൂസിയത്തിനകത്ത് വയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല ISS. എന്നാൽ സ്വാഭാവികമായിട്ടും ഇത്രയും വർഷത്തെ ചരിത്രമുള്ളതും ഇത്രയും ചരിത്രമുറങ്ങുന്നതുമായൊരു പേടകത്തെ ഭാവിയിൽ മനുഷ്യൻ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന സ്പേസ് ടൂറിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുമെന്നും വരും തലമുറയ്ക്ക് ഭൂമിയിൽ നിന്നുയരുന്ന റോക്കറ്റുകളുടെ സഹായത്തോടു കൂടി ചെന്ന് കണ്ട് തിരിച്ചു വരാൻ കഴിയുന്ന ഒരിടമാക്കി മാറ്റാൻ കഴിയുമെന്നുമുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. നാസയുടെ ആ മീറ്റിങ്ങിൽ ഒരു തിരഞ്ഞെടുപ്പ് കൂടി നടക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഏജൻസിയെ ISSനെ ഡീകമ്മീഷൻ ചെയ്യാനായി ഏൽപ്പിക്കുക. നിലവിൽ ഏറ്റവും വിശ്വസനീയവും സാങ്കേതികപരമായി കഴിവുള്ളതുമായ ഒരു ഏജൻസി എന്നുള്ള നിലയ്ക്ക് കോടീശ്വരനായിട്ടുള്ള ഇലൺ മസ്കിൻ്റെ SpaceX കമ്പനിയുടെ പ്രതിനിധിയായിരുന്നു അതിനുള്ളിൽ നിന്നും ആദ്യം കൈയുയർത്തിയത്. ഏകദേശം $1 ബില്യൺ തുക ചെലവാക്കി തങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ ഡീകമ്മീഷൻ ചെയ്യാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചു. അതിനുള്ള ഫണ്ട് കൈമാറണമെന്ന് മാത്രം. അതിലേറ്റവും സാധ്യമായ വഴി ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കത്തിച്ചു കളയുക എന്നുള്ള മഹാദൗത്യം തന്നെയാണ്. SpaceX എന്ന കമ്പനിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവരതിന് പ്രാപ്തമാണോ എന്നുള്ള ചോദ്യത്തിൽ ഒരു പ്രസക്തിയുമില്ല. 12,000-ലധികം ഉപഗ്രഹങ്ങളെ ഭൂമിക്ക് ചുറ്റും വിക്ഷേപിച്ച് ഭൂമിയിൽ എവിടെയും ഉപഗ്രഹ സാന്നിധ്യത്തിൽ ഇൻ്റർനെറ്റ് പ്രദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബഹിരാകാശ ഏജൻസിയാണ് SpaceX. അതിലവർ ഏറെക്കുറെ വിജയിച്ചിട്ടുമുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഇപ്പോൾ തന്നെ അനവധി മനുഷ്യരെ സ്വന്തം പേടകത്തിലെത്തിച്ച് സുരക്ഷിതമായി തിരിച്ചെത്തിച്ച ചരിത്രവും SpaceXനുണ്ട്. മാത്രമല്ല, വളരെ ദീർഘവീക്ഷണമുള്ളൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാകുമ്പോൾ ഇത്തരം മിഷനുകൾ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാൻ സംശയമൊന്നും ഉണ്ടാകാൻ വഴിയില്ലല്ലോ. പലപ്പോഴായി സ്വന്തമായി വിക്ഷേപിക്കുന്ന റോക്കറ്റുകളെ എണ്ണിയാലൊടുങ്ങാത്ത ഉപഗ്രഹങ്ങളെ ഭൂമിക്ക് ചുറ്റും എത്തിച്ച് വിജയകരമായിട്ട് ഭൂമിയിൽ അതിൻ്റെ ബാക്കി ഭാഗം ലാൻഡ് ചെയ്യിച്ച് അടുത്ത റോക്കറ്റിൻ്റെ ഭാഗമാക്കുന്ന സാങ്കേതിക വിദ്യയും SpaceXന് സ്വന്തമായിട്ടുണ്ട്. കൃത്യമായ എക്സ്ട്രാ ത്രസ്റ്ററുകളുള്ള മൊഡ്യൂളുകളെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അറ്റാച്ച് ചെയ്ത് ഭൂമിയിൽ നിന്ന് ഉയർത്തുകയോ അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് കത്തിച്ച് കളയുകയോ ചെയ്യുക എന്നുള്ളത് നടക്കുന്നൊരു സംഭവം തന്നെയാണ്. എന്നാൽ വളരെ ബൃഹത്തായ ഈ ഒരു പദ്ധതി ഒരുപക്ഷെ ഒരു സ്പേസ് മിഷൻ നടത്തുമ്പോൾ നമ്മൾ കാണിക്കുന്ന അതേ കൗതുകത്തോടു കൂടിയും തെല്ലും വിഷമത്തോടു കൂടിയും നോക്കിക്കാണേണ്ട ഒരു സാഹചര്യം ഇനി ഉണ്ടാകും. ആ യാഥാർത്ഥ്യത്തിന് സംശയമൊന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം.